Hi everyone, so welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ആസ് എ 11th ഗ്രേഡ് സ്റ്റുഡൻറ്റ്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ ആഴ്ച എടുക്കണമെന്ന് വിചാരിച്ചതാണ്, എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. പക്ഷേ എനിക്കതെടുക്കാൻ പറ്റില്ല. സോ ഐം ഗോണ ടേക്ക് ഇറ്റ് ടുഡേ. അപ്പോൾ എൻ്റെ കൂടെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഇപ്പോൾ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ, ഇപ്പം. അപ്പോൾ ഇനി എനിക്ക് ബ്രഷ് ചെയ്യണം, ഫ്രഷ് ആവണം, റെഡി ആവണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, സ്കൂളിൽ പോകണം. ദാറ്റ്സ് ഇറ്റ്. സോ ഞാൻ പോയി ബ്രഷ് ചെയ്യട്ടെ. ഓക്കെ, സോ ഐം ഗോണ വെയർ ദിസ് ഡ്രസ്. ഇത് ഞാനിന്ന് ട്രെൻഡ്സിൽ പോയി എടുത്തതാണ്, ഇന്നാണ് ഇടുന്നത്. കഴിഞ്ഞ ആഴ്ച കളർ ഡ്രസ്സ് ആണെങ്കിൽ ഞാൻ വേറെ ഡ്രസ്സൊക്കെ ഇട്ട് പോയി. പിന്നെ ഇന്ന് എല്ലാവരും ഇതിട്ടു. ദിസ് മൈ ന്യൂ ഡ്രസ് ആയതുകൊണ്ട് ഇതിട്ടു. ആൻഡ് യാ, ഹെയർ ആയിട്ടുള്ള ക്ലിപ്പ് വെച്ചിട്ട് ഞാൻ കിട്ടും. അതിന് വേറെ മാറ്റങ്ങളൊന്നുമില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി സിമ്പിൾ. ആക്ച്വലി യാ, ഇങ്ങനെ ഒന്നും പറയാതെ വീഡിയോ എടുത്താൽ ഇത് സൂപ്പർ പറയും. അപ്പോൾ ഞാൻ സേ സംതിങ്. സോ ഞാൻ ഇന്ന് ആക്ച്വലി വീഡിയോ എടുക്കാൻ നല്ല ലേസി ആയിരുന്നില്ല. ഞാൻ ഇന്നലെ വീഡിയോ നല്ല രീതിയിൽ എടുക്കണം എന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച എടുക്കണമെന്ന് വിചാരിച്ചതാണ്, ലൈക്ക് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. പക്ഷേ അന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ എല്ലാം പ്ലാനാക്കി സെറ്റാക്കി വെച്ചു. പക്ഷേ ഇന്ന് രാവിലെ എനിക്ക് പോയതിനും എനിക്ക് അതിൻ്റെ മൂഡ് ഉണ്ടായിരുന്നില്ല. എന്താ രാവിലെ തന്നെ എണീച്ച് വീഡിയോ എടുക്കുക, ക്യാമറ എടുക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ വളരെ വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ചാനലിപ്പം ഇറ്റ്സ് ലൈക്ക് ഡാറ്റ്. സോ അതിനൊന്നും പൊക്കിക്കൊണ്ടാണ്ടെങ്കിൽ ഇങ്ങനെ മടി പിടിച്ചിരുന്നാലൊന്നും സാധിക്കില്ല. എൻ്റെ അമ്മ അപ്പം പറയുന്ന ഡയലോഗാണ്. അപ്പോൾ വെറുതെ അമ്മനെ കൊണ്ട് വെറുതെ പറയിപ്പിക്കണല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു എടുക്കാമെന്ന്. സോ രാവിലത്തെ ഈ തിരക്കിനെ എടുത്തിട്ട് എങ്ങനെ ഉണ്ടാവും ലാസ്റ്റ് ഔട്ട്പുട്ട് കൊളാകുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ട്രൈ മൈ ബെസ്റ്റ്. സോ യാ, പിന്നെന്താ പറയുക, അബൌട്ട് മൈ സ്കൂൾ ലൈഫ് എന്ന് പറയാൻ ലൈക്ക് അങ്ങനെ ഒരിതായില്ല. ജസ്റ്റ് പോയി ക്ലാസ്സിലിരുന്നു. എനിക്ക് അറിയുന്ന കുറച്ച് കുട്ടികൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് തന്നെയാണ് ഞാൻ കൂട്ട്. അതായത് ഇതിന് മുന്നേ ഞാൻ നാട്ടിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ 2 വർഷം മുന്നേ നാട്ടിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അറിയുന്ന കുറച്ച് പിള്ളേരുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെന്താ, കുറേ ടീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് ക്ലാസ്സിൽ 65 കുട്ടികളാണ്. സോ 65 കുട്ടികളെയും പരിചയപ്പെടാൻ പറ്റില്ല. കൂടുതലും നമുക്ക് അറിയുന്നതാണ്, കുറച്ച് കുട്ടികളെ ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നത്. പിന്നെ ഓരോ ടീച്ചേഴ്സ് വന്നു. ചില ടീച്ചേഴ്സൊക്കെ ക്ലാസ് എടുക്കാൻ തുടങ്ങി, ജോളജി കെമിസ്ട്രി ഒക്കെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ആൻഡ് ചില ടീച്ചേഴ്സ് ജസ്റ്റ് വന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തു, അങ്ങനെ. അപ്പോൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയാനുള്ളത് ഹിന്ദി ടീച്ചർ വന്നപ്പോഴാണ്. ടീച്ചർ എല്ലാവരെയും ഫ്രണ്ട് കൊണ്ടുപോയി നിർത്തി ഹിന്ദിയിൽ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടീച്ചറെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഹിന്ദിയിൽ. എന്നിട്ട് നമ്മളോട് ഓരോരോ ആളോട് പോയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. സോ ഇറ്റ് വാസ് എ സ്മോൾ ടാസ്ക്, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം പറഞ്ഞ് ഒപ്പിച്ചു ഞാൻ. പിന്നെ എല്ലാവരെയും പറഞ്ഞിട്ടൊന്നുമില്ല. 65 കുട്ടികളെ ഒരു പീരീഡ് പറഞ്ഞു തീർക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് കുട്ടികൾ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ദിസ് മൈ ക്ലോക്ക്. ഇത് ഈ ഡ്രസ്സും അല്ലെങ്കിൽ മാച്ചിങ് ആണ്. സോ യാ, ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലും ആദ്യം എനിക്ക് മര്യാദക്ക് കെട്ടാൻ അറിയുന്നത് ഇതാണ്. അത് ബി കോൺഫിഡൻറ്റ് ഇൻ ദിസ് ഹെയർ സ്റ്റൈൽ. ശരിക്കും എന്ത് ഡ്രസ്സ് ഇട്ടാലും ഞാൻ ഇത് മാത്രമേ ചെയ്യുള്ളൂ, ഈ ഒരു ഹെയർ സ്റ്റൈൽ. ഇനി നമുക്ക് ഐലൈനർ ഇടാം, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഞാനങ്ങനെ ഐലൈനർ ഇട്ട് കഴിഞ്ഞു. മോയ്സ്ചറൈസർ, ഇതാണ് രാവിലത്തെ എൻ്റെ റെഡിയാവൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. നത്തിങ് എൽസ്. ഇന്നെല്ലാം ഞാൻ പുതുപുത്തൻ സാധനങ്ങൾ എടുത്തിട്ടാണ് പോകുന്നത്. ദാറ്റ്സ് വൈ ഐ എം ലിറ്റിൽ ബിറ്റ് മോർ ഹാപ്പി. സോ ദിസ് ഇസ് മൈ ന്യൂ പെർഫ്യൂം. ഇത് എൻ്റെ പുതിയ പെർഫ്യൂമാണ്. ഇറ്റ്സ് സോ നൈസ്. പാക്കിങ്ങും എല്ലാം കൊള്ളാം, അടിപൊളി. നൈസ്, റിയലി നൈസ്.
ഫുഡൊക്കെ റെഡി ആയി കഴിഞ്ഞു. ആൻഡ് എനിക്ക് പോയി ഫുഡ് കഴിക്കണം. സോ ഫുഡ് കഴിക്കാം. ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇപ്പോൾ 8:30 ആയി. അപ്പോൾ ഞാൻ പോവാണ്. പോയി വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. സോ ഞാൻ ഒരു 4:30-5 മണിയാകുമ്പോൾ എത്തും. അപ്പോഴേ എത്തുള്ളൂ. സോ അതിന് ശേഷം വീഡിയോ എടുക്കാം. സോ ഞാനങ്ങനെ ഇപ്പം വീട്ടിലെത്തിയതേ ഉള്ളൂ. ഞാൻ എൻ്റെ കുപ്പായം പോലും മാറ്റിയില്ല. ഞാൻ സോ ബാഡ്ലി ടയേർഡ്. അല്ലാ, ശരിക്കും നല്ല ടയർഡാവുന്നു. കുറേ കാലം ഇങ്ങനെ ബസ്സിനൊന്നും പോകാത്തതുകൊണ്ട് ഇപ്പോൾ ബസ്സിന് വരുമ്പോൾ എന്തോ പോലെ. പിന്നെ വൈകുന്നേരം ഒരു ക്ലാസ്. ടു ബോറിങ്, ടു ബാഡ്. ഇപ്പം ഞാൻ വീട്ടിലെത്തിയിരുന്നു അത്ര. ആൻഡ് പിന്നെന്താ, കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം, എന്തെങ്കിലും കഴിക്കണം. ഓൾസോ ഒന്ന് കുറേ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ലോഡ് നോട്ട്സും തന്നിട്ടുണ്ട്, എഴുതാനുള്ള നോട്ട് ഇത് പഠിക്കാനും തന്നിട്ടുണ്ട്. പിന്നെ പഠിക്കാനും തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. സോ ഞാൻ അടുത്ത ആഴ്ച എനിക്കൊരു ടെസ്റ്റും ഉണ്ട്. ക്ലാസ് എടുക്കാൻ തുടങ്ങിയില്ല, അതിലിടക്ക് തന്നെ ടെസ്റ്റ് വെക്കലായി. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് പോയി ചായ കുടിക്കട്ടെ. ബെഡൊന്നും നോക്കണ്ട, ഫുൾ മെസ്സിയാണ്. ബട്ട് ഐ ഗോട്ട് സോ മെനി കോംപ്ലിമെൻറ്റ്സ് ഫോർ ദിസ് ഡ്രസ്. നൈസാണ്. ലൈക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ലതുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. സോ ഇതിന് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയാൽ ഐ ആം സോ ഹാപ്പി. സോ ഇനി ഞാൻ പോയി ഡ്രസ്സ് മാറട്ടെ. സോ ഞാനിപ്പം പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഐ ഡു ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റഫ്സ് ടു സ്റ്റഡി. ഇന്ന് കുറേ എടുത്തു. ഞാൻ പഠിക്കട്ടെ. സോ ഞാൻ പഠിച്ചിട്ട് ബാക്കി വീഡിയോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ പഠിച്ചിട്ട് കാണാം. അങ്ങനെ ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞ് എന്നിട്ട് പോയി ഫുഡ് കഴിച്ചു. ആൻഡ് എനിക്ക് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. അപ്പം നോട്ട്സ് ഞാനിപ്പം എഴുതാൻ പോവാണ്. അപ്പം അതും കൂടെ എഴുതി കഴിഞ്ഞ് പിന്നെ പിന്നെ എനിക്ക് നാളത്തേക്കൊരു ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കണം. അതും കൂടെ കഴിഞ്ഞ് ഞാൻ പോയി ഉറങ്ങും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ലൈക്ക് ഇന്നൊരു ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. കുറച്ച് ഹെക്റ്റിക് അത്ര ഹെക്റ്റിക് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് കുറച്ച് ടയേർഡായിരുന്നു ഞാൻ വരുമ്പോൾ. കാരണം കുറേ കാലത്തിന് ശേഷമാണ് ലോങ് അവേഴ്സ് ഓഫ് ക്ലാസ് ഇരിക്കുന്നത്. ദുബായിലായാലും 2:30 വീട്ടിൽ വരും. എൻ്റെ ഒരു പീരീഡ് തന്നെ 1 hour ഉണ്ട്. 1 hour 55 minutes to 1 hour പീരീഡ് ഉണ്ട്, ഒരു പീരീഡ് തന്നെ. അപ്പം അങ്ങനെ ഇരുന്ന് ബോറടിച്ച്. ആൻഡ് ഐ വാസ് സോ ടയേർഡ്. അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം. ആൻഡ് ഇനി വരുന്ന ദിവസം ഇതിനും കഷ്ടമായിരിക്കും. കാരണം ഇപ്പം നമുക്ക് ജസ്റ്റ് ക്ലാസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇനി ക്ലാസ് എടുത്ത് ഒന്ന് ലെവലായാൽ പിന്നെ ഷട്ടപ്പടെ പോകുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു 11th grade സ്റ്റുഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോരാൾക്കും ഓരോ റൊട്ടീൻസ് ആൻഡ് രീതികളായിരിക്കും. ഇതാണ് എൻ്റെ ഒരു റൊട്ടീൻ. ലൈക്ക് രാവിലെ എണീക്കുന്നു, റെഡിയാകുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു, ലൈക്ക് ദാറ്റ്, നത്തിങ് എൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എനിക്ക് എടുക്കാനൊന്നുമില്ല. ജസ്റ്റ് ഐ റൈറ്റ് സം നോട്ട്സ് ആൻഡ് ഞാൻ പോയി ആ ഡ്രസ്സ് അയൺ ചെയ്യും. എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങും. ഇന്ന് ഞാൻ നല്ല ടയർഡായി. എനിക്ക് ഒന്നാമത് ക്ലാസ്സിൽ നിന്ന് ഉറക്കം വന്ന ഒരുമാതിരിയാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ ഇനി എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.